പിന്നെ പുസ്തകോത്സവത്തിൻ്റെ 7 ദിവസങ്ങളിലും കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, മെഗാ ഷോകൾ ഉണ്ടായിരുന്നു, ചില ദിവസങ്ങളിൽ 2 ആയിരുന്നു. അപ്പോൾ 7 ദിവസങ്ങളിലായി 10 മെഗാ ഇവൻറ്റ്സ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ സഹകരിച്ചത് നമ്മുടെ വിഷ്വൽ മീഡിയാസ് തന്നെയാണ്. മത്സരപൂർവ്വം വിഷ്വൽ മീഡിയാസ് വന്നു, അവർ റെസ്പോണ്ട് ചെയ്തു, അവർ ഞങ്ങളുമായി സഹകരിച്ചു. അങ്ങനെയാണ് ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മെഗാ ഇവൻറ്റുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മെഗാ ഇവൻറ്റ്സ് 10 പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളൊരു കണക്ക് കൂട്ടുന്ന ഏതാണ്ട് 2 ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നിയമസഭക്കകത്ത് വന്നുപോയി എന്നുള്ളതാണ്. ഇതിൻ്റെ കൾമിനേഷൻ, ഇതിൻ്റെ കൺക്ലൂഡിംഗ് സെഷനിൽ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. നല്ല രീതിയിലുള്ള അദ്ദേഹവും വളരെ ഇംപ്രസ്ഡ് ആയാണ് നമ്മുടെ ബുക്ക് ഫെസ്റ്റിൽ കണ്ടുപോയിട്ടുള്ളത്. അതുപോലെ കേരളത്തിൻ്റെ പുസ്തകോത്സവത്തെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തെലങ്കാന ടീം വന്നു ഞങ്ങളെ കാണാൻ. തെലങ്കാനയിൽ ഒരു സ്പെഷ്യൽ IAS ഓഫീസർ, കഴിഞ്ഞ തവണ കർണാടക ടീം വന്നിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ നടത്താൻ ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങളുടെ മികവുകൊണ്ട് മാത്രമല്ല, അതിൽ നിങ്ങൾക്കും നല്ല സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തു, പ്രോത്സാഹനം നൽകി, മത്സരപൂർവ്വം നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു. അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഇഫക്റ്റാണ് അതർ സ്റ്റേറ്റ്സിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ എങ്കിൽ അവിടെ നടത്തണമെന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. അതൊരു നല്ല റെസ്പോൺസായി നമ്മൾ കാണുന്നു. 5th എഡിഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു. 2027 ജനുവരി മാസം 7 to 13 5th എഡിഷൻ ഇവിടെ വെച്ച് നടക്കും. അപ്പോൾ 4 എഡിഷനകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണോ അതിനകത്തെ പോരായ്മകൾ പരിഹരിച്ച് 5ാം എഡിഷനും മികച്ച നിലയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്തുള്ള സ്റ്റാഫ്, ജീവനക്കാർ, അത് കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈനാണ്. എല്ലാവരും വ്യത്യസ്ത യൂണിയനുകൾപ്പെട്ടവരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ പ്രോഗ്രാമാണെന്ന് കണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ അവരവരുടെ സംഘാടന മികവ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഇവൻ്റ് KLIBF കേരളത്തിലും ഇന്ത്യയിലും ലോകപരിചിതമായ 5 അക്ഷരങ്ങളായി മാറിയത്. തീർച്ചയായും ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഈ നിലയിലേക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ അറിവിലേക്ക് 2 കാര്യം കൂടി പറയാം. 15ാമത് കേരള നിയമസഭ 16ാമത് സെഷൻ ചേരുന്നത് വരെ 192 ദിവസങ്ങൾ ഞങ്ങൾ സഭാ സമ്മേളനത്തിന് വേണ്ടി ചേർന്നു. 192 ദിവസങ്ങൾ. ആകെ പാസാക്കിയ നിയമങ്ങൾ 158ആണ്. 14ാമത് കേരള നിയമസഭ 109 നിയമങ്ങളാണ് പാസാക്കിയതെങ്കിൽ 15ാമത് കേരള സഭ 158ആണ്. അതിലും കേരളം മോഡൽ തന്നെയാണ്. നിയമനിർമ്മാണമാണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമനിർമ്മാണ സഭ ആ നിലയിൽ നിയമനിർമ്മാണത്തിന് നിയമസഭാ സാമാജികരും ഗവൺമെൻറ്റും മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇത്രയും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ 4 ബില്ലുകൾ പെൻഡിങ് ആണ്. ഗവർണറുടെ അസെൻറ്റ് കിട്ടാൻ വേണ്ടി പെൻഡിങ് ആയി നിൽക്കുന്ന കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുക.